എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിൽ നോക്കാവുന്നതാണ്. ഇനി നമുക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് നോക്കാം. ഈ ഒരു മാസം വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടത് ചെയ്യുക. 2 of Swords എനർജി കണക്ഷൻസ് ആണ്. പേജ് ഓഫ് കപ്സ്, മജീഷ്യൻ, 9 of Pentacles, 3 of Pentacles, ഹെർമിറ്റ് മോഡ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടുന്ന സമയമാണ്. മനസ്സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. വിട്ടുവീഴ്ചകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ എന്താ പറയുക, നമ്മൾ ചില സാഹചര്യങ്ങൾ, ചില ബന്ധങ്ങളുടെ ഇടയിൽ എപ്പോഴും നമ്മളുടെ ഭാഗത്ത് നമ്മൾ ശരിയാണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത് ആ സാഹചര്യത്തിൽ പെട്ടെന്ന് ദേഷ്യമുള്ള സമയമായിരിക്കും, അല്ലെങ്കിൽ അപകർഷതാബോധമായിരിക്കും. പല പല കാരണങ്ങൾ കൊണ്ട് അവരവരുടെ തെറ്റ് സമ്മതിച്ച് തരാത്ത സിറ്റുവേഷനിൽ നിങ്ങളതിനെ എതിർക്കാനോ അപ്പോൾ അവരുടെ കൂടെ വഴക്ക് കൂടാൻ പോയിട്ടോ കാര്യമില്ല. കാരണം അത് അവരൊരിക്കലും സമ്മതിച്ച് തരുന്നില്ല അപ്പോഴത്തെ സാഹചര്യവശാൽ. അപ്പോൾ അത് തൽക്കാലം ആ ഒരു സമയത്ത് എന്തെങ്കിലും വിട്ടുകളയാതെ പിന്നീട് സാഹചര്യത്തിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് സമാധാനമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരായിട്ട് സംസാരിക്കാം. ചില ആളുകളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അവർ ഇതൊക്കെ ഒന്ന് ആറി തണുത്ത് കഴിയുമ്പോൾ അവർ തന്നെ നേരിട്ട് വന്നിട്ട് അപ്പോഴത്തെ സാഹചര്യവും ഒക്കെ ആയിരുന്നു എന്ന് നിങ്ങളോട് നേരിട്ട് തന്നെ വന്ന് മാപ്പ് പറയുന്ന സിറ്റുവേഷൻ ആവാം. എന്തായാലും അപ്പോൾ കൂടുതലായിട്ട് അവിടെ ഒരു വഴക്കും പ്രശ്നത്തിലേക്കും പോയിട്ട് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമാവാം, നിങ്ങളുടെ കുട്ടികളെ ബാധിക്കുന്ന കാര്യം കൂടിയിട്ട്. അപ്പോൾ കുട്ടികളെ ബാധിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കാം. അത് ചില ആളുകളെ സംബന്ധിച്ച് വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നതോ നാട്ടിൽ തന്നെ പഠിപ്പിക്കണോ അല്ലെങ്കിൽ ഇന്ന കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാവാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ചുറ്റിപ്പറ്റി നിങ്ങളുടെ ജോലി സംബന്ധം, കരിയർ ആൻഡ് എഡ്യൂക്കേഷൻ ബന്ധപ്പെടുത്തിയിട്ടാണ്. ജോലി സംബന്ധമായിട്ട് അടുത്തിടയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഈ ജോലിയിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ ഒരു ചോയ്സാണ് നിങ്ങൾക്കത് ആ തീരുമാനം എടുത്തേ പറ്റുമോ. അധികം കൂടുതൽ നിങ്ങൾ ആലോചിച്ച് സമയം കളഞ്ഞാൽ വൈകിക്കാതിരിക്കുക. കാരണം വൈകുന്തോറും അതുകൊണ്ട് പ്രയോജനമാണ്. കൂടുതൽ വൈകി ഇനി എങ്ങനെയെങ്കിലും ഓട്ടോമാറ്റിക്കലി പ്രശ്നം സോൾവ് ആവുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി സോൾവ് ആവില്ല. നിങ്ങൾ തന്നെ തീരുമാനം എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം ശരി തെറ്റ് ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത്. ആ ആഗ്രഹത്തിനനുസരിച്ച് ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ച് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ടും ഒക്കെ ഉള്ള ഒരു രീതിയിൽ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം എന്താണ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചിട്ട് പോകാം. പ്രാക്ടിക്കലായി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് 2 ജോലി സാഹചര്യങ്ങൾ വരുന്നു. ഒന്നിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ പാഷനൊക്കെയാണ്, സാമ്പത്തികമായിട്ടും തരക്കേടില്ല. പക്ഷെ മറ്റു ജോലിയിൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉന്നമനമുണ്ട്. അപ്പോൾ സാമ്പത്തികം മാത്രം നോക്കി നിങ്ങൾ അതിലേക്ക് പോരുത്. എന്നാൽ ഈ ജോലിയിൽ സാമ്പത്തികം അത്രയും ഉയരത്തിൽ അല്ലെങ്കിലും തരക്കേടില്ലാത്തൊരു സാമ്പത്തികമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ ഇതിലേക്ക് പോവാം. അങ്ങനെയുള്ള രീതിയിൽ പൂർണ്ണമായിട്ടും പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് ആവാതിരിക്കുക, സമ്പത്ത് മാത്രം നോക്കിയിട്ടാവരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തീരുമാനം എടുക്കുകയാണ് വലിയ രീതിയിൽ ഉള്ളൊരു ഇതിലേക്ക് പോകുന്നില്ലെങ്കിൽ, സാമ്പത്തിക കാര്യത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടിയും പിന്നീട് മുന്നോട്ടേക്ക് വരുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ മനസ്സുകൊണ്ടുള്ള നിങ്ങളുടെ പാഷൻ എന്താണ്, ഫ്യൂച്ചറിലേക്ക്, അതായത് നമ്മളെപ്പോഴും നമ്മുടെ പാഷൻ, നമ്മുടെ ഇഷ്ടത്തിന്, നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജോലി എന്ന് പറയുന്നത് വെറൊരു ജോലി ആവരുത്. മറിച്ച് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ അത് വലിയൊരു ജോലിയായിട്ട് തോന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല മുന്നോട്ടേക്ക് പോകും തോറും അത് ഇപ്പോൾ ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും, അത് വിപുലപ്പെടുത്തി വലിയ ലെവലിലേക്ക് എത്താനും പോകാനും ഒക്കെ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്.
അതേപോലെ തന്നെ 9 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. വളരെ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള സാമ്പത്തിക ഭദ്രത മാത്രമല്ല, സ്പിരിച്വലി അത് നിങ്ങൾ ആത്മീയമായിട്ട് ഒത്തിരി ഉയർന്ന തലത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ സെൽഫ് വർത്ത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾ ആത്മീയതയോട് കൂടുതൽ അടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്, അങ്ങനെ പല കാര്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങൾ ശരിയായിട്ടുള്ള ആഗ്രഹങ്ങൾ, കാരണം പലപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങൾ ചുറ്റിപ്പറ്റി കിടക്കുന്നത് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾ, മറ്റൊരാൾ ഈ രീതിയിലെത്തി അപ്പോൾ അതിനേക്കാൾ വലുതാവണം, അല്ലാതെ നിങ്ങൾക്ക് എന്താവണം എന്നതിനെ രീതിയിലല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നിങ്ങൾ സാമ്പത്തിക കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചില്ല എങ്കിലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ചിട്ട് വെറുതെ ഇരിക്കുക എന്നുള്ളത് കൂടിയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ പേജ് ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു മാസം ഒത്തിരി റിലേഷൻഷിപ്പിൽ നല്ല സമയമാണ്. കുടുംബത്തിൽ നല്ല കുടുംബ ഭദ്രത നല്ല രീതിയിൽ നിലനിർത്തുന്നുണ്ട്. ഫാമിലിയായിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, ഒരുമിച്ച് ചേർന്ന് പല കാര്യങ്ങൾ ചെയ്യുക, ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് നയിക്കുന്ന ഒരു സാഹചര്യം. വിവാഹം കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചില ഒരു വ്യക്തിയെ ഒരു അസ്ട്രോളജറിയോ മറ്റോ കാണിക്കുമ്പോൾ തമ്മിൽ ചേരില്ല എന്ന് പറയുന്നത് മറ്റൊരിടത്ത് കൊണ്ടുപോകുമ്പോൾ ചേരുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനത്തെ ചില കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും നോക്കുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ളതാവാം ഒരു പക്ഷേ. അപ്പോൾ 2-3 നിങ്ങൾക്ക് ആ ഒരു വിവാഹത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ കുറച്ച് അധികം ആളുകളെ അല്ലെങ്കിൽ 2-3 പേരെയൊക്കെ നോക്കി അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. കൂട്ടായ്മയുടെ വിജയമാണ് കാണിക്കുന്നത്. ടീം വർക്കാണ്. പാർട്ട്ണർഷിപ്പിലൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷമാണ് ബിസിനസ്സിൽ കൂടെ, അതായത് ഈവൻ വർക്കിലാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും ഒക്കെ എല്ലാത്തിലും ഒരു ബന്ധങ്ങൾക്ക് മേന്മ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൗഹൃദങ്ങളായിരിക്കാം, പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ, കുടുംബജീവിതം എല്ലാം കൂടി ഒരുമിച്ച് വളരെ തൃപ്തിയോട് കൂടിയിട്ട് വളരെ നല്ലൊരു മാസമാണ്. എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത്. പിന്നെ കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർക്കും വളരെ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ പുസ്തകം എഴുതുക, ഇപ്പോൾ കവിതകൾ എഴുതുന്നവർ, പുസ്തക പ്രകാശനം കാണിക്കുന്നുണ്ട് ചില ആളുകൾ, അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകം എഴുതാൻ ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ, അത് ഫൈനലി തീരുമാനിക്കുകയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ എഴുതി തുടങ്ങുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. കലാപരമായിട്ടുള്ള കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് ചുരുക്കം. അതേപോലെ മജീഷ്യൻ എനർജിയാണ്. അപ്പോൾ ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒരു സമയം കൂടിയിട്ടാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ചവർക്ക് വിദേശത്ത് ജോലി കിട്ടുന്ന സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട തീരുമാനം നിങ്ങൾക്കത് ചുറ്റിപ്പറ്റി എടുക്കേണ്ടി വരുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ എല്ലാം പല കാര്യങ്ങളും നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് ആണ്. എല്ലാം നിങ്ങളുടെ വിരൽത്തുമ്പിലാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഒരു വളരെയധികം നല്ലൊരു വിൽ പവർ ഉള്ള സമയമാണ്. ഇപ്പോൾ എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു ചിന്തയാണ്. അതായത് ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. വളരെ നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. ഞാൻ വിചാരിച്ചാൽ എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. ഒത്തിരി സാമ്പത്തികമായിട്ട് നേട്ടവും ജോലി, വിദ്യാഭ്യാസവും അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ. അതേപോലെ കുടുംബം ഒരുമിച്ചാണ്, കുടുംബത്തോടൊപ്പം ഉയർച്ച എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ കുടുംബപരമായിട്ട് ഉയരുന്ന എനർജിയാണ്. അതേപോലെ തന്നെ ഹെർമിറ്റ് മോഡാണ്. അപ്പോൾ ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു നിങ്ങൾ ചില ആളുകൾ ഉപാസന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീക്ഷ ചില ആളുകൾ അങ്ങനെ ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അത് എല്ലാവരിലുമല്ല. അപ്പോൾ ഒരു ഗുരുവിൽ നിന്ന് ഒരു ഉപാസന നേടുന്നത് അല്ലെങ്കിൽ ദീക്ഷ ചില ആളുകളിലുണ്ട്, ചുരുക്കം ചിലരിലാണ്. എന്നിരുന്നാലും അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് ആത്മീയ കാര്യങ്ങൾ പഠിക്കുന്ന, അതായത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ പഠിക്കുന്നു, പല യൂട്യൂബിൽ കണ്ടിട്ട് പഠിക്കുന്നതല്ലാതെ ശരിയായിട്ടുള്ള രീതിയിൽ സംസ്കൃതം പഠിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില ആളുകൾ. സംസ്കൃതം പഠിപ്പിക്കുന്നിടത്ത് ശരിയായിട്ടുള്ള രീതിയിൽ പഠിപ്പിക്കുന്നിടത്ത് പോയിട്ട് നിങ്ങളത് പഠിച്ച് ആത്മീയതയിലേക്കും ദൈവികതയിലേക്കും കൂടുതൽ അടുക്കുന്ന സാഹചര്യവും കാണിക്കുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.